ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ സാമാനങ്ങളുടെ ഇടയിൽ പാത്തിരിക്കുക. കാരണം ഇവൻ ആരാ? ദൈവം ആരാക്കിയേക്കുക? രാജാവാക്കിയേക്കുക. ഇവൻ രാവിലെ 2-3 പേര് വന്ന് ഇവനെ സാധനങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു പൊക്കി ശമൂവേലിന്റെ അടുക്ക കൊണ്ടുപോയി. ശമൂവേൽ ഇവന്റെ തലയിലോട്ട് രാജകീയ അഭിഷേകം പകർന്നു. ഇവൻ വീട്ടിൽ നിന്ന് ഇന്നലെ കിടന്ന അതേ പായും അതേ തലങ്ങണയും എഴുന്നേറ്റ് വരുന്നേ. കൊട്ടാരവും ഇല്ല, തോഴന്മാരും ഇല്ല, തോഴിമാരും ഇല്ല. പക്ഷെ ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ശമൂവേലിന്റെ അടുക്കിലേക്ക് വന്ന് ശമൂവേൽ എന്ത് ചെയ്യും? അവന്റെ തലമേൽ രാജകീയ അഭിഷേകം വന്നു. ഇവൻ നേരെ തിരിച്ച് ഇവന്റെ വീട്ടോട്ടാ പോകുന്നേ, കൊട്ടാരത്തിലേക്കല്ല. കൊട്ടാരം ഇല്ലല്ലോ, തോഴന്മാരില്ല, തോഴിമാരില്ല. പക്ഷേ അടുത്തൊരു വചനമുണ്ട്. ആമേൻ. ഇവൻ ഈ അഭിഷേകം വീണിട്ട് തിരിഞ്ഞിങ്ങ് പോകുമ്പോൾ ദൈവം തോന്നിപ്പിച്ചവർ അവന്റെ പുറകെ വന്നു. അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, നിനക്ക് ചിലതൊക്കെ തരാൻ ദൈവം തോന്നിപ്പിക്കും. അത് ദൈവമാ ചെയ്യുന്നേ. നിന്റെ മേൽ ദൈവ നിയോഗം വന്നാൽ, നീ ദൈവ പദ്ധതിക്ക് സറണ്ടർ ചെയ്താൽ, നിന്റെ കയ്യിൽ ഒന്നും വേണ്ട, നിനക്ക് വേണ്ടതെല്ലാം തരാൻ ദൈവം ചിലരെ സെറ്റ് ചെയ്യിക്കും. ഒന്ന് വിശ്വസിക്കുന്ന ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, എവിടെയൊക്കെയോ ദൈവം ചില തോന്നലുകൾ കൊടുക്കുകയോ